കൗൺസിൽ യോഗം പ്രതിപക്ഷ പരാതിയിൽ ഉന്നത വകുപ്പ് അധികൃതർ അന്വേഷണം നടത്തി. അടിയന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ച് നഗരസഭ. കഴിഞ്ഞയാഴ്ചയാണ് ഒറ്റപ്പാലം നഗരസഭ വാർഷിക പദ്ധതി ഭേദഗതികൾക്കായി അടിയന്തര കൗൺസിൽ യോഗം നടന്നത്. അജണ്ടയിലില്ലാത്ത കൗൺസിൽ യോഗം അംഗീകരിക്കില്ലെന്നാരോപിച്ച് BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് കൗൺസിലർമാർ വിയോജിപ്പ് നൽകി കൗൺസിൽ ബഹിഷ്കരിച്ചിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നഗരസഭയിലെ വാർഷിക 2025-26 വാർഷിക പദ്ധതി ഭേദഗതിയും 24-25 സ്പിൽ ഓവർ അംഗീകരിക്കലുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ഈ കൗൺസിൽ യോഗത്തിൽ നോട്ടീസിനൊപ്പം അനുബന്ധമായി ചേർക്കേണ്ട നോട്ട് ഉൾപ്പെടെയുള്ള അജണ്ടയുടെ ഫുൾ ഡീറ്റെയിൽസുകൾ, എന്തൊക്കെയാണ് ഭേദഗതി ചെയ്യേണ്ടത്, സ്പിൽ ഓവർ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വിവരങ്ങൾ സകർമ്മ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മുഖാന്തരമോ അല്ലെങ്കിൽ കൗൺസിൽ തുടങ്ങിയിട്ട് അരമണിക്കൂർ കൗൺസിലർമാർ കാത്തിരുന്നിട്ടോ നൽകാത്ത സാഹചര്യത്തിലും ഈ വാർഷിക ഭേദഗതിയും സ്പിൽ ഓവറും അംഗീകരിക്കേണ്ടത് സ്ഥിരം സമിതികൾ, അതായത് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അജണ്ടകൾ, ആരോഗ്യപരമായ അജണ്ടകൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട അജണ്ടകൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചേർന്ന് ഇതെല്ലാം ചേർന്നുള്ള മിനിറ്റ്സുകൾക്ക് ശേഷം വേണം ഇത് കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യാൻ. എന്നാൽ ഇവിടെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊന്നും ചേരാതെയാണ് ഈ വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ടത് കൗൺസിൽ അജണ്ട വെച്ചതെന്നും ഇതിന്റെ ചർച്ചയ്ക്ക് കൗൺസിലർമാരെ വിളിച്ചിരുത്തിയെന്നും അതിൽ കൃത്യമായിട്ടുള്ള ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ഡീറ്റെയിലും തന്നില്ലെന്നും ആരോപിച്ച് പ്രതിപക്ഷത്തുള്ള ആളുകളെല്ലാം, അതിൽ BJP-യിലെ 7 അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് അനുബന്ധമായിട്ട് കഴിഞ്ഞ 2 ദിവസം മുന്നേ പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടറും അതുപോലെ JD ഓഫീസിൽ നിന്ന് ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്ന് LSTDയുടെ ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള സ്റ്റാഫും ഇവിടെ വന്ന് പരിശോധന നടത്തുകയും പരാതി കൊടുത്ത കൗൺസിലർമാരിൽ ഒരാൾ എന്നെ നേരിട്ട് ഹിയറിംഗ് ചെയ്യുകയും അതിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് BJP കൗൺസിലർ നൽകിയ പരാതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉന്നതാധികാരികൾ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുത ഉള്ളതാണെന്ന് ബോധ്യം വന്ന സാഹചര്യത്തിലാണ് നഗരസഭാ ഭരണസമിതിയോട് അടിയന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാനും മിനിറ്റ്സ് രേഖപ്പെടുത്താനും സാഹചര്യം വന്നതെന്ന് BJP കൗൺസിലർ സജിത്ത് പറഞ്ഞു. ഈ പരിശോധനയ്ക്ക് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൃത്യമായി ചേർന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള LSTD ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഒറ്റപ്പാലം നഗരസഭയോടും സെക്രട്ടറിയോടും നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അടിയന്തരമായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേരണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്ന രേഖ ഈ പറയുന്ന DPC അംഗീകരിക്കുന്നതിന് ഈ വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് അംഗീകരിച്ചു, ഞങ്ങൾ 16 പേര് ചേർന്ന് CPM 16 പേര് ചേർന്ന് അംഗീകരിച്ചു എന്ന് പറയുന്ന രേഖയോടൊപ്പം ഉണ്ടാവണമെന്ന് പറയുകയും ഇത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് BJP പറയുന്ന ആരോപണങ്ങൾ, ഇത് ആരോപണം മാത്രമല്ല വസ്തുതാപരമാണെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ഇന്ന് 25-ാം തീയതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട അജണ്ടകൾ കൃത്യമായിട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് ഇത് ശുപാർശ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് വിടാൻ DPC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിടാൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. അത് അന്ന് കൃത്യമായിട്ടുള്ള JD ഓഫീസിലേക്കും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസിലേക്കും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ചെയർമാനായിട്ടുള്ള കളക്ടർക്കും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത്. നടന്ന പരിശോധനയിൽ ഞങ്ങൾ ആരോപിച്ച ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തി DPC അംഗീകാരത്തിന് വിട്ടിട്ടുണ്ട്. ഒരിക്കലും DPC അംഗീകരിക്കരുത്, വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യരുതെന്ന് BJP കൗൺസിലർമാർക്ക് ആഗ്രഹമില്ല. കാരണം ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ നടത്തണമെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് നിയമാനുസരണം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരടക്കം ആ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിയമാനുസരണമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടാനുള്ള നിർദ്ദേശം ഡെപ്യൂട്ടി ഡയറക്ടർ നൽകുകയും അതിനനുസരിച്ച് നഗരസഭ ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇന്ന് ചേരുകയും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ ഇടപെട്ടിട്ടുള്ള പരാതി അറിയിച്ചതിനെ തുടർന്ന് ഇടപെട്ട ഡെപ്യൂട്ടി ഡയറക്ടർക്കും അതുപോലെ LSTD വിഭാഗത്തിന് നന്ദി അറിയിക്കുന്നു.